നിങ്ങളൊരു ടീച്ചറാണല്ലോ, അതിൻ്റെ അന്തസ്സും മര്യാദയും കാണിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച ഈ വീട്ടിൽ കയറി വന്നതും നിങ്ങളോട് സംസാരിച്ചതും. ഇനി നിങ്ങളോടില്ല. നിങ്ങളുടെ ഭർത്താവ് ഒരാളുണ്ടല്ലോ, അയാളോട് സംസാരിച്ചോളാം. നിങ്ങൾ ആരോട് വേണമെങ്കിലും സംസാരിച്ചോ, എനിക്ക് ഒരു വിരോധമില്ല. ഹലോ, അതെ നടേശനാ. ആ എന്തൊരു സ്ത്രീയാ അത്. അവർക്ക് എന്തിന്റെ സൂക്കേടാ ജാനുകുട്ടി? ആർക്കറിയാം, എന്നെ എങ്ങനെയെങ്കിലും ദ്രോഹിക്കണം, അത് മാത്രം ചിന്ത. അവർക്കെന്താ പ്രാന്താണോ? നിന്റെ അച്ഛനോട് പറ ഏതെങ്കിലും പ്രാന്താശുപത്രി കൊണ്ട് അടയ്ക്കാൻ. ചങ്ങല കിട്ടാ മതി, കുറെ മാറ്റം വരും. എന്നിട്ട് വേണം ചങ്ങലയ്ക്കും കൂടി ഭ്രാന്ത് പിടിക്കാൻ. അത്ര കടുപ്പാണല്ലേ? അപ്പൊ ഏട്ടനുമായിട്ടുള്ള കല്യാണം നടക്കില്ലേടി? ഉടനെ എന്തായാലും നടക്കില്ല. അമ്മ സമ്മതിക്കില്ല. സമ്മതിക്കാത്തതിന് കാരണം വേണ്ടേ? കാരണം ഒന്നേ ഉള്ളൂ, ഞാൻ രക്ഷപ്പെടരുത് ഒരിക്കലും. ഈ വീട്ടിൽ ഇങ്ങനെ വേലക്കാരിയെ പോലെ കിടന്ന് നരകിക്കണം. നീ വിഷമിക്കണ്ടാട്ടോ. ഏട്ടൻ ജീവനോടുള്ളപ്പോ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല. കഷ്ടപ്പെടുത്താൻ ആരും അനുവദിക്കുകയില്ല. നിനക്കറിയാഞ്ഞിട്ടാ, അമ്മയുടെ മനസ്സിൽ ഭയങ്കര വിഷമുണ്ട്. നമ്മൾ ഞെട്ടിപ്പോവും. ആ മാതിരി വിഷപ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ നിന്റെ സൈഡാണല്ലോ, നിനക്ക് അച്ഛനോട് പറഞ്ഞൂടെ? അച്ഛനോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അമ്മ അച്ഛൻ്റെ അടുത്ത് കലാപം സൃഷ്ടിക്കും. പിന്നെ ഭൂകമ്പം നടന്ന വീട് പോലെയാ. ഒന്നും ചെയ്യാൻ പറ്റാതെ അച്ഛൻ നിൽക്കുന്നത് ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ട്. ആ പിശാചിനൊരു കൊട്ടേഷൻ കൊടുത്താലോ? പോ മിണ്ടാതെ. ഇവിടെ എന്ത് സംഭവിച്ചാലും നീ ഞങ്ങളെ ഫോൺ വിളിച്ചറിയിക്കണം. ഞങ്ങളുടെ വീട്ടിലെ നമ്പർ നിനക്കറിയില്ലേ? എനിക്ക് ഫോൺ നമ്പർ കിട്ടിയിട്ട് എന്താ കാര്യം? ഫോണില്ലല്ലോ എനിക്ക്. ഇവിടെ ഫോണില്ലേടി, അതേന്ന് വിളിച്ചൂടെ? ഈയിടെയായിട്ട് അമ്മ ഫോൺ പൂട്ടി വെച്ചിരിക്കുവോ. എനിക്കതിന്റെ ലോക്ക് തുറക്കാൻ അറിയില്ല. എന്റെ ഏട്ടന്റെ മൊബൈൽ നമ്പർ കൂടി ഞാനിവിടെ എഴുതിയിട്ടേക്കാം.